KPCCക്ക് നാഥനില്ലേ എന്ന ചർച്ച തുടരുകയാണ്. ശ്രീയാന്റോ, ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ വേറൊരു അധികാര സ്ഥാനം വരാൻ ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു KPCC അധ്യക്ഷൻ പുതിയതായി വന്നു കഴിഞ്ഞാൽ ഒരു അധികാര സ്ഥാനം ഊട്ടിയുറപ്പിക്കപ്പെടുകയും അതിൽ നിന്നുള്ള ആജ്ഞകളും അതുപോലെയുള്ള എന്താ പറയുക, നേരത്തെ മാധവൊക്കെ പറഞ്ഞതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനോ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള മറ്റേ VM സുധീരനും ഒക്കെ ഇടപെട്ടതുപോലെ സർക്കാരിലേക്ക് ഇടപെടൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഇപ്പം കോൺഗ്രസ് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അധികാര സ്ഥാനം വേറെ വേണ്ട എന്നുള്ളതായിരിക്കാം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ടായിരിക്കും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ ഇപ്പോൾ പരിഗണിക്കാത്തത് എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ സണ്ണി ജോസഫ് മാറിക്കഴിഞ്ഞാൽ കൊടിക്കുന്ന് സുരേഷ്, ബെന്നി ബെഹനാൻ, മാത്യു കൊഴുനാടൻ, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ജോസഫ് വാഴക്കൻ, ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. ഇതിലാരെയാണ് ഇപ്പോൾ AICC തിരഞ്ഞെടുക്കുക? അതിലൊരാളെ തിരഞ്ഞെടുത്തത് പരമാർത്ഥമാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ വേറെ ഒരു വലിയ രീതിയിലുള്ള നിങ്ങൾ എല്ലാ കാര്യത്തിലും പറയാം, കോൺഗ്രസ് അത്ര പ്രതികരിക്കാത്ത പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് രോഗങ്ങൾ കൂടാത്ത പാർട്ടിയോ കാലുവാരകൾ നടത്താത്ത പാർട്ടിയോ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും നടക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇടപെടാത്തതിന് കാരണം ആ ഒരു സാഹചര്യം എനിക്ക് വരികയാണെങ്കിൽ അത് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉണ്ടാക്കണ്ട എന്നുള്ളത് AICCയുടെ ഒരു തീരുമാനമായിരിക്കും. പിന്നെ KC വേണുഗോപാലിൻ്റെ കാര്യം, KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിൻ്റെ ഒരു നോമിനീനെ KC വേണുഗോപാൽ ഇപ്പോൾ ആ റിസ്ക് എടുക്കാൻ KC വേണുഗോപാലും തയ്യാറല്ല. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു KPCC അധ്യക്ഷൻ വന്നു. ആ KPCC അധ്യക്ഷൻ്റെ ഭാഗമായിട്ട് സ്വന്തത്തിൽ എന്ത് കാര്യം ചെയ്താൽ പറയാതെ KC വേണുഗോപാൽ ചെയ്യിക്കുന്നതെന്ന് പറയും. അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ KC വേണുഗോപാലിയുടെ തലയിൽ വെക്കേണ്ട കാര്യം KC വേണുഗോപാൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്താണ് തീരുമാനിച്ചോളൂ, കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിച്ചത് നിങ്ങളെല്ലാം കൂടിയല്ലേ, എന്നാൽ നിങ്ങൾ തന്നെ KPCC പ്രസിഡന്റിനെ കൂടെ തീരുമാനിച്ചോളൂ എന്നുള്ളൊരു നിലയിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാടൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ 100 ദിവസമായിട്ട് കോൺഗ്രസിൻ്റെ അകത്തുനിന്നും കാര്യമായിട്ടുള്ള എതിർ സ്വരങ്ങളൊന്നും കേൾക്കാത്തത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു 100, 150, 200ഓളം വരുന്ന പ്രധാനപ്പെട്ട KPCC മെമ്പർമാരും KPCCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാർ ഏതെങ്കിലും ഒരു ബോർഡോ കോർപ്പറേഷനോ ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വാക്ക് പറഞ്ഞിട്ട് അതിന് മേലെയുള്ള ഒരു ബുദ്ധിമുട്ട് വാങ്ങി വെക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഒരു നേതാക്കന്മാർ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനത്തിലും തീരുമാനം എടുക്കുന്നില്ല. അതുകൂടെ നിന്നോട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പം പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ബോർഡിലേക്കൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് 3 പേരുണ്ടെങ്കിൽ ഒരാളെ പരിഗണിച്ച ബാക്കി 2 പേരിന്ന് പുറത്തുനിന്ന് കഥ പറയും. അതിനുള്ള സംവിധാനമൊക്കെ കോൺഗ്രസ്സിലുണ്ട്. അത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന ഒരു ഹണിമൂൺ പീരീഡ് കഴിയട്ടെ എന്ന് വിചാരിച്ച് കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളതിനെങ്കിൽ അപ്പുറമൊന്നും ഇതിനെ കാണേണ്ടതില്ല എന്നുള്ളതിൻ്റെ അഭിപ്രായം. പിന്നെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫ് ഇപ്പോൾ KPCC പ്രസിഡൻറ്റുമാണ്, വൈദ്യുതി മന്ത്രിയാണ്. അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് ഒരു ദോഷമൊന്നുമില്ലല്ലോ എന്നുള്ള നിലയ്ക്കാണ് KPCC പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ എന്നെ ഇവിടുന്ന് ചാടിച്ചു കൊണ്ടുപോയിട്ട് വേറൊരു KPCC പ്രസിഡന്റുണ്ടായി അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ ഞാൻ ഈ മുല്ലപ്പള്ളി പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ അഭിപ്രായമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാര സ്ഥാനം വന്നു കഴിഞ്ഞാൽ, അത് സർക്കാരായി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സർക്കാരിൻ്റെ പുറകെയാണ് എല്ലാ സംവിധാനങ്ങളും ഓടുക. അതിന് പുറകെ KPCC സംവിധാനത്തിൻ്റെ പുറകെ ഒന്നും ഓടും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇപ്പം അങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനാണുള്ള മന്ത്രി. അപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും കൂടെ വേണ്ടേ? അവിടെ വേണമല്ലോ. ബിന്ദു കൃഷ്ണയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ മഹിളാ അധ്യക്ഷയാരാണിപ്പോൾ? അതെ, അവരിപ്പോൾ നല്ല പോസ്റ്റിലേക്ക് പോയി. അപ്പം ഞാൻ പറയും ഈ സംവിധാനം ഒക്കെ അല്ലേ, അപ്പം ഞാൻ പറയും ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉടച്ചു വാർക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് AICCക്ക് നല്ല ബോധ്യമുണ്ടെന്ന്. ഇപ്പം ഞാൻ പറയുന്നത് ദീപ മുൻഷിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണോ? AICC പിന്നെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണോ? ഈ പറയുന്ന VD സതീശന് ഇതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ വന്നാൽ മതി. കാരണം ഈ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് എത്തി. ഇനിയിപ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല VD സതീശൻ ഡൽഹിയിൽ പോയിട്ട് നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് KPCC പ്രസിഡന്റിനെ നിയമിക്കണം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. രമേശ് ചെന്നിത്തല അത് തന്നെ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ KC വേണുഗോപാൽ ഇത് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു, എന്നെ കൊണ്ട് ഈ പരിപാടിക്ക് പറ്റില്ല എന്നുള്ള എനിക്ക് അദ്ദേഹം നിൽക്കുന്നത് അപ്പുറത്തേക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇപ്പം മുല്ലപ്പള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ പദവിയെ പാടുള്ളൂ. കോൺഗ്രസ് പറഞ്ഞ കാലം തുടങ്ങി കേൾക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്, ഒരാൾക്ക് ഒറ്റ പദവി പാടുള്ളൂ എന്നുള്ളത്. എന്തെങ്കിലും നടപ്പിലായ സംവിധാനമാണോ?
ഒരു കാലത്ത് നടപ്പിലാകാത്ത സംഭവമാണ് ഒറ്റ പദവി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ നടപ്പിലായാൽ ആകെ ഉണ്ടാകുന്ന ഒരാൾ ഈ പറയുന്ന എം ഹസനും പിന്നെ എന്താണ് ജോസഫ് വാഴക്കിനും മാത്രമായി മാറുമായിരിക്കും. വേറെ കാര്യം അതിൽ വേറെ പരിഗണിക്കാൻ ഞാൻ പറയേണ്ടത് ജോസഫ് വാഴക്കിനൊക്കെ പരിഗണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ജോസഫ് വാഴക്കിനെ പോലെയും അതുപോലെ മാത്യു കൊഴുന്നാടിനെ പോലെയുള്ളവർക്ക് ചെറുപ്പമാണ്. കാരണം അവരെ പോലെയുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം അവർ വേറെ അധികാര സ്ഥാനങ്ങളിലില്ല, മാറി നിൽക്കുന്നു. പിന്നെ മാത്യു കൊഴുന്നാട് മാറിയിട്ടുള്ളൂ, എന്നാലും ജോസഫ് വാഴക്കിൻ്റെ കാര്യത്തിനകത്ത്. പിന്നെ മറ്റുള്ള ഇത്രയും പ്രായമായി ഇത്രയും സംവിധാനത്തിലൊക്കെ നിന്ന് ഇത്രയും വർഷങ്ങളായിട്ട് എം പി MLA-മാരൊക്കെ ആയി നിന്നവർ തന്നെ ഇനി വരണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം യുവാക്കൾക്ക് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു മാസത്തിനുള്ളിൽ നിന്ന് തീരുമാനം എടുക്കുമെന്ന്. കാരണം അതിനുള്ളൊരു സംവിധാനമൊന്നും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിൻ്റെ റിസ്ക് ആരെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇപ്പോൾ ആരായി റിസ്ക് എടുക്കുക? KC വേണുഗോപാൽ എടുക്കാൻ പോകുന്നില്ല, KC വേണുഗോപാൽ എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ അതിനകത്ത് തീരുമാനം എടുക്കേണ്ട എന്നുള്ള മൈൻഡ് സെറ്റേ വരുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ തീരുമാനം എടുക്കാൻ KC വേണുഗോപാൽ അഭിപ്രായം ആരായാതെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? തീരുമാനം എടുക്കാൻ കഴിയില്ല. പ്രിയങ്ക ഗാന്ധിക്ക് എടുക്കാൻ കഴിയുമോ? കഴിയത്തില്ല. സോണിയാഗാന്ധിക്ക് എടുക്കാൻ കഴിയുമോ? കഴിയത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളെന്താ തീരുമാനിച്ചോ എന്ന് ഇദ്ദേഹം പറയുമ്പോൾ തന്നെ ആ റിസ്ക് ആരെടുക്കും? VD സതീശൻ എടുക്കുമോ? VD സതീശൻ എടുക്കുന്നില്ല, പിന്നെ ആരാ എടുക്കുക? അപ്പോൾ ആകെ എടുക്കാൻ പറ്റുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് എടുക്കുന്നുമുണ്ട് ഇതെങ്ങനെയും നടപ്പിലായി പോകണം എന്നുള്ള നിലയ്ക്ക്. പിന്നെ മുല്ലപ്പള്ളിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പള്ളി ഒരു പ്രാവശ്യം KPCC പ്രസിഡന്റൊക്കെ ആയതല്ലേ. അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതെ, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് കുത്തഴിഞ്ഞ് കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ഇത്രയും നാളും ഇല്ലാത്ത കുത്തഴിഞ്ഞൊരു 100 ദിവസം കൊണ്ടൊന്നും കുത്തഴിഞ്ഞ് കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുത്തഴിയുന്ന അവസ്ഥയിലൊന്നും കോൺഗ്രസ് എത്തിയില്ല. പക്ഷേ എന്താണ്, 102 സീറ്റ് എല്ലാ മണ്ഡലത്തിലും MLA-മാരുണ്ടല്ലോ അവർക്ക്. കാരണം 140 മണ്ഡലങ്ങളില്ല കേരളത്തിൽ, 102 മണ്ഡലങ്ങളിൽ MLA-മാരുണ്ടല്ലോ. അത്രയും വലിയ സംവിധാനം വേറെ എവിടെയും ഉണ്ടോ? ഏത് പാർട്ടിക്കാണത്? കാരണം അവർക്ക് ഏകോപിപ്പിക്കാൻ പറ്റുന്നതിലേക്ക് അപ്പുറം സംവിധാനങ്ങൾ പാർട്ടിനെ ഏകോപിപ്പിക്കാൻ പറ്റുമോ? കാരണം അവരെ ഒഴിവാക്കി നിർത്തി പാർട്ടിക്ക് എന്തിനും ഏകോപിപ്പിക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഒറ്റ കാര്യത്തിനകത്ത് പരാജയപ്പെടുന്നത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് യോഗം വിളിക്കുന്നില്ല. സണ്ണി ജോസഫ് പാർട്ടിക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. പാർട്ടി എന്തുകൊണ്ട് ബോർഡ് കോർപ്പറേഷനുകൾ തീരുമാനം എടുക്കുന്നില്ല? ഇപ്പോൾ ആരാണ് UDF-ന്റെ ചെയർമാൻ? കേരളത്തിൽ UDF-ന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ വകുപ്പുകളൊക്കെ ഈ പറയുന്ന UDF-ന്റെ ഘടകകക്ഷികൾക്കെല്ലാം ഇത് വിധിച്ചു കൊടുക്കേണ്ട ആൾക്കാർക്ക് ഏതൊക്കെ ബോർഡാണ് UDF-ന് വേണ്ടത്, കോൺഗ്രസിന് വേണ്ടത്, അല്ല ഏതൊക്കെ ബോർഡാണ് ലീഗിന് വേണ്ടത്, ഏതൊക്കെ ബോർഡാണ് കേരള കോൺഗ്രസിന് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഇദ്ദേഹം അല്ലല്ലോ. KPCC പ്രസിഡന്റ് ആവശ്യമില്ലല്ലോ. UDF-ന് ചെയർമാൻ തീരുമാനിക്കാൻ യോഗം പറ്റുന്ന കാര്യമുണ്ട്. എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പം ഇതൊക്കെ കിടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസ്ക് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ റിസ്ക് എടുക്കാൻ ഒരാൾ മുന്നോട്ട് വരണം. ആ മുന്നോട്ട് വരുന്നത് വരെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.